PM ശ്രീ വിഷയത്തിൽ സർക്കാരിനെതിരെ KSU കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സാങ്കേതിക ന്യായവാദങ്ങൾക്കപ്പുറം UDF സർക്കാർ അടിയന്തരമായി രാഷ്ട്രീയ തീരുമാനം കൈക്കൊള്ളണമെന്ന് ജവാദ് പുത്തൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. PM ശ്രീ വിഷയത്തിൽ KSU മുൻ നിലപാടിൽ നിന്നും പിന്നോട്ടില്ലെന്നും ജവാദ് പുത്തൂർ വ്യക്തമാക്കി. വിശദാംശങ്ങളുമായി രതീഷ് വാസുദേവനാണ് ചേരുന്നത്. രതീഷ് വാസുദേവൻ, എന്താണ് ഇക്കാര്യത്തിൽ ജവാദ് പുത്തൂർ പറയുന്നത്? സ്വാതി, തീർച്ചയായും നമുക്കറിയാം. കാരണം PM ശ്രീയുമായി ബന്ധപ്പെട്ട പുതിയ UDF സർക്കാരിൻ്റെ നിലപാടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധത്തിന് ഇടയാക്കിയെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അതായത് PM ശ്രീയെ അനുകൂലിക്കുന്ന നിലപാടിലേക്ക് സർക്കാർ, ഭരണകൂടം, മുഖ്യമന്ത്രിയൊക്കെ വന്നു എന്നതാണ് ഏറെ പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുള്ളത്. അതിൽ KSU അത്തരത്തിലൊരു പ്രതികരണവുമായി ആദ്യമാണ് എത്തുന്നത്. KSU സംസ്ഥാന കമ്മിറ്റി ഉൾപ്പെടെ ഇത്തരത്തിലൊരു നിലപാടിലേക്കോ പ്രസ്താവനയിലേക്കോ പോയിട്ടില്ല. പക്ഷേ ജവാദ് പുത്തൂർ ഉൾപ്പെടെയുള്ള ഒരു വിഭാഗം KSU പ്രവർത്തകർ വലിയ പ്രതിഷേധത്തിലാണ്. മുമ്പ് PM ശ്രീയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നടന്ന സമയത്ത് കാസർഗോഡ് ജില്ലയിൽ വലിയ പോലീസിൻ്റെ നടപടി പോലും സ്വീകരിക്കപ്പെട്ട ആളാണ് ജവാദ് പുത്തൂർ. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വൈകാരികമായൊരു സമീപനം കൂടി ഈ വിഷയത്തിലുണ്ട്. ഈ സാങ്കേതിക ന്യായീകരണങ്ങൾ പറഞ്ഞ് ഇതിനെ PM ശ്രീയെ ന്യായീകരിക്കുന്നതിന് പകരം ഒരു രാഷ്ട്രീയ നിലപാട് UDF എടുക്കണം, കോൺഗ്രസ് എടുക്കണം. അത് കൃത്യമായി നടപ്പാക്കാനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട്. എന്തുകൊണ്ട് ഇത്തരത്തിൽ കീഴടങ്ങുന്നു? കാരണം ഫെഡറൽ തത്വങ്ങൾക്കും നമ്മുടെ വിദ്യാഭ്യാസ സ്വയംഭരണ സംവിധാനങ്ങൾക്കൊക്കെ എതിരായ ഒരു നിലപാടായിരിക്കും PM ശ്രീ എന്ന മുൻ നിലപാട് UDF തുടരുക തന്നെ വേണം. അതുകൊണ്ട് രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആദ്യമായി ഒരു ഭരണപക്ഷ രാഷ്ട്രീയ സംഘടന, വിദ്യാഭ്യാസ രാഷ്ട്രീയ സംഘടന നേതാവിൻ്റെ ഭാഗത്തുനിന്ന് വന്നതെന്നുള്ള വലിയ ചർച്ചയാവും. KSU ഇത്തരത്തിൽ ഒരു പൊതു നിലപാട് പറയുന്നതും ആദ്യമായിട്ടാണ്. സ്വാതി.